റോഡ് പുറമ്പോക്കിലെ ഈ വീട്ടിൽ ഒരമ്മയുണ്ട്, ജാനു അമ്മ. സ്വന്തം പ്രായത്തെ സ്വന്തം അധ്വാനം കൊണ്ട് പരാജയപ്പെടുത്തുകയാണ് ആ അമ്മ. ഓർമ്മ വെച്ച കാലത്ത് തുടങ്ങിയതാണ് ഈ അധ്വാനം. പഴയ അതേ ചുരിയൂർക്കൂടെ ജോലി തുടരുകയാണ് ജാനു അമ്മ. ചുമ്മാ ചൂലെന്ന് പറഞ്ഞാലൊക്കത്തില്ല. 100 രൂപ ആരും തരും. 100. അല്ല, കടയിലെ ചൂലല്ല, കടയിലെ ഇരിക്കുന്ന 50 രൂപ. അമ്മ എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് ജോലി? എന്നും ചെയ്യുന്നുണ്ട്. പരിസരത്തെ വീടുകളിൽ നിന്നും മലമുകളിൽ നിന്നും ഓല ശേഖരിക്കും. അവ വീടിന് സമീപത്ത് കൊണ്ടുവന്ന് ചൂല് നിർമ്മാണം. ഓട്ടോയിൽ കൊണ്ടുവരും. അല്ല, എങ്ങനെ കൊണ്ടുവരൂ? കാല് ഉറപ്പിച്ച് നടക്കാനൊക്കാത്ത ഞാന് ഓലച്ചാലിൽ ചുമ്മിക്കൊണ്ടുവരുവോ? ഇല്ലെന്ന്. അല്ലാതെ ആൾക്കാർ കാശ് തരും. എന്തായാലും ഈ 2 ജോലി ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾ കൊണ്ടുപോകുക. പുറത്തേക്ക് ഇറങ്ങിയാൽ കയ്യിൽ ഒരു ചാക്കുണ്ടാകും. കണ്ണിൽപ്പെടുന്ന ആക്രി സാമഗ്രികളെല്ലാം ശേഖരിക്കും. ആക്രി സാമഗ്രികൾ വിൽക്കുന്നതിനും ജാനുമ്മയ്ക്ക് ഒരു രീതിയുണ്ട്. ആക്രി തന്നെ ഇവിടെ വന്നെടുക്കും വണ്ടിക്കാര്, ഞാൻ കൊണ്ടു കൊടുക്കത്തില്ല. വർഷങ്ങളായി പുറമ്പോക്കിലെ ഈ ചെറുവീട്ടിലാണ് ഇവരുടെ താമസം. ജീവിതാവസാനം വരെ അധ്വാനിക്കും. അധ്വാനിക്കാതെ ജീവിക്കാൻ ജാനുമ്മയ്ക്ക് ആവില്ല. 87 വയസ്സുണ്ട് ജാനുമ്മയ്ക്ക്. ഗംഭീരമായിട്ട് ജോലി ചെയ്യുന്ന, വളരെ എനർജിയോട് കൂടി ഇരിക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ കഥയാണ് നമ്മൾ കേട്ടത്. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.